ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം മുഹമ്മദ് സഹീഫ് എന്ന മലപ്പുറംകാരൻ മലയാളിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചേക്കുകയാണ്. റയാൻ വില്യംസിനെതിരെ ഒരു യെല്ലോ കാർഡ് നേടിയിട്ട് പോലും തുടക്കത്തിൽ അദ്ദേഹത്തെ 90 മിനിറ്റും കളിപ്പിച്ചു ബാംഗ്ലൂരു എഫ്സിക്കെതിരെയുള്ള നിർണായക മത്സരത്തിൽ. അതിനുശേഷവും അദ്ദേഹം സ്ഥിരമായി ലെഫ്റ്റ് ബാക്ക് സ്ലോട്ട് അദ്ദേഹം ഉറപ്പിച്ചേക്കാണ്. മുഹമ്മദ് സഹീഫാണ് ആഷ്ലി വെസ്റ്റ്വുഡിന്റെ ഫസ്റ്റ് ചോയ്സ് ലെഫ്റ്റ് ബാക്ക് എന്ന് ഇപ്പോൾ നിസ്സംശയം പറയാം. ആഷ്ലി വെസ്റ്റ്വുഡ് ഈ ഫുൾ ബാക്കുകളെ വളർത്തുന്ന കാഴ്ച നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ബാംഗ്ലൂരു എഫ്സിക്ക് വേണ്ടി റിനോ ആൻഡോ, കീഗൻ പെരേര എന്നീ ഫുൾ ബാക്കുകളെ, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്കുകളെ ഇന്ത്യൻ ഇന്റർനാഷണൽസ് ആക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം. റിനോ ആൻഡോ അതിനു മുമ്പ് മോഹൻ ബഗാനിലും സാൽഗോക്കറിലുമൊക്കെ അവസരങ്ങൾ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പരിക്കിൽ നിന്നൊക്കെ മോചിതനായി വന്ന റിനോ ആൻഡോയെ ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ആക്കി മാറ്റിയത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ അടിവരയിടുന്ന ഒരു വസ്തുതയാണ് ആഷ്ലി വെസ്റ്റ്വുഡിന് വേണ്ടി അദ്ദേഹത്തിന്റെ കീഴിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചേക്കുന്നത് സുനിൽ ഛേത്രിയൊന്നുമല്ല, റിനോ ആൻഡോ എന്ന മലയാളി താരമാണ്. അപ്പോൾ മുഹമ്മദ് സഹീഫിന്റെ തലവര തന്നെ മാറുകയാണ് ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷമെന്ന് നിസ്സംശയം പറയാം. ഭാവിയിലെ ഇന്ത്യൻ ലെഫ്റ്റ് ബാക്കായി മാറാൻ പോവുകയാണ് മുഹമ്മദ് സഹീഫ് എന്ന ഈ മലപ്പുറംകാരൻ.